ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് വയനാട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ചാരുവിനെ പിക്ക് ചെയ്തു. അങ്ങനെ വടകര എത്തിയപ്പം ഐഷും അനുശ്രീയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് കക്കട്ടിലെ നെസ്റ്റോയിലേക്കാണ്. അവിടെ നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് രേതു, അക്ഷയ്, ക്രിസ്റ്റി, അർജുനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലൊക്കെ എത്തി. ഞങ്ങൾ രേത്തുവിനെ കണ്ടു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ട്രോളിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അനുശ്രീക്ക് നെയിൽ പോളിഷ് വേണമെന്ന് പറഞ്ഞിട്ട് രേതു അനുശ്രീയും കൂടെ നെയിൽ പോളിഷ് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ലാസ്റ്റ് ഒരെണ്ണം കിട്ടി. അതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രേതു ഇത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൈനാപ്പിൾ ഡ്രോപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. ചെറുതായിട്ടൊരു മഴക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി സൈഡാക്കി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ക്രിസ്റ്റിയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാരു നല്ല പോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അങ്ങനെ ഞാനും ഐഷും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇവരവിടെ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലേക്ക് നടന്നു. അവിടെ നല്ലൊരു ചായക്കട ഉണ്ടായി. അങ്ങനെ ഞാനും ഒപ്പം കൂടെ മേലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം വരാം. ചായക്കടേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ചായപ്പൊടി, എണ്ണ, ഓരോ പൊടികളൊക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു അത്. അപ്പം ഞങ്ങൾ ഓരോ സാധനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്നൊക്കെ വായിച്ചു നോക്കുമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. ബാക്കിയുള്ളവരുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രേതുത ചായപ്പൊടിക്ക് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലെത്താനായിട്ടുണ്ട്. അങ്ങനെ ഇതാ എത്തി. റിവർ വാലി എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആയിരുന്നു. അങ്ങോട്ടേക്കുള്ള വഴിയുടെ സൈഡിലൊരു അടിപൊളി വ്യൂ ആണിത്. ഉള്ളോട്ടേക്ക് കയറുന്ന എടുത്താൽ റൈറ്റ്
അറ്റ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി. കുറച്ച് പേര് പുറത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ളൊരു ദേയൂറി എന്ന് പറഞ്ഞൊരു വനിതാ മെസ്സിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എല്ലാവരും ഇരുന്നു. എല്ലാവർക്കും ഇതേ ഇലയൊക്കെ ഇട്ടു. എല്ലാവരും ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി വേണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അവിടെ ബിരിയാണി ഇല്ലാത്തതുകൊണ്ട് ഊണ് കഴിക്കേണ്ടി വന്നു. നല്ലൊരു ഊണും പിന്നെ പൊരിച്ച മീനും ചിക്കനൊക്കെ കഴിച്ചു. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനത്തെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്, വിസ്മയ. അവൾ വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങി. ഒരു നൈറ്റ് ആയപ്പോഴത്തേക്കും അവളെത്തി. ഞങ്ങൾ അന്നത്തെ ദിവസം കൂടെ അടിച്ചു പൊളിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.